ഈയിടെയായിട്ട് നമ്മുടെ മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ഈ പറയുന്ന മാപ്രകളും അതേപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സർവർക്കറെ കുറിച്ചിട്ടുള്ള വീര സർവർക്കർ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ദേശസ്നേഹികൾ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അദ്ദേഹത്തെ വീര സർവർക്കർ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്കൊക്കെ അവരൊക്കെ വരും ബൂട്ട് നക്കി അതായത് ഷൂ നക്കി സർവർക്കർ എന്നാണ് മറ്റുള്ളവരൊക്കെ വിശേഷിപ്പിക്കുക. പക്ഷേ എനിക്ക് അങ്ങനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം വീര സർവർക്കറിനെ കുറിച്ച് കാര്യമായി അത്യാവശ്യം ഒരുപാടൊന്നും വിവരമില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള യാതനകൾ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണെന്നും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്കത് പറയാനായിട്ട് സാധിക്കില്ല. ഈ പറയുന്ന മാപ്പകൾ, ഈ പെയ്ഡ് മീഡിയാസ് ഈ വീർ സർവർക്കിനെ ബൂട്ടുനക്കിയായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിലുള്ള പലരും അദ്ദേഹത്തെ ബൂട്ടുനക്കിയായിട്ട് വിശേഷിപ്പിക്കുന്നു. ഇങ്ങേറ്റ ജോൺ ബ്രിട്ടാസ് വരെയും ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഈയിടെ നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ എടുത്തിട്ടലക്കി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നുണ മാത്രം, നുണ കൊണ്ടുള്ള കൊട്ടാരം പണിയുന്നവരാണെന്നും ഉള്ള കാര്യത്തിൽ എടുത്തിട്ടലകി കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് മാധ്യമങ്ങളെ കണ്ടേച്ച് അദ്ദേഹം പറഞ്ഞതാണ്, ഷൂ നക്കിയായിട്ടുള്ള സർവക്കറുടെ പിൻഗാമിയാണ് കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഇൻക്ലാബ് വിളിച്ചുകൊണ്ട് കഴിമരത്തിൽ കയറിപ്പോയ കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. എപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ കഴിമരത്തിലേക്ക് കയറി പോയതെന്ന് ഒരു തെളിവൊന്നും തരണം. കാരണം അങ്ങനെ ഒരു ചരിത്രം, കമ്മ്യൂണിസ്റ്റുകാർ കഴിമരത്തിലേക്ക് കയറി ഇൻക്ലാബ് വിളിച്ചുകൊണ്ട് കയറിപ്പോയ ചരിത്രമൊന്നും അങ്ങനെയുള്ള തെളിവുകളൊന്നുമില്ല. പിന്നെ പണ്ട് സ്റ്റാലിൻ എന്ന് പറയുന്ന ആൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ തൂക്കിക്കൊന്നു. അങ്ങനെ മാത്രമേ ഉള്ളൂ ഒരു സംഭവം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന പറയാൻ മാത്രമൊന്നുമില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെയൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. ഈ സിവിയർ സർവർക്കറിനെ ഷൂനക്കി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് ഈ പറയുന്ന കേരളത്തിലായതുകൊണ്ട് രക്ഷപ്പെടും. ഇതിപ്പം നോർത്ത് ഇന്ത്യൻ സൈഡിൽ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ ജോൺ ബ്രിട്ടാസിൻ്റെ ഒന്നും പൊടി പോലും കാണത്തില്ലായിരുന്നു. കാരണം പണ്ടേ അവിടുത്തെ സർക്കാർ തീരുമാനം എടുത്തതിന് ജയിലിൽ കിടക്കേണ്ടി വന്നതിന്. പിന്നെ ഈ വീർ സർവർക്കർ എന്ന് പറയുന്ന വ്യക്തി ബ്രിട്ടനിൽ വിപ്ലവകരമായ നീക്കം ഉണ്ടാക്കി ബ്രിട്ടൻ സർക്കാരിനെതിരെ. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിപ്ലവകരമായ പല തീരുമാനങ്ങളും പല നീക്കങ്ങളും നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ആർമി അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയും അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ആണ് മറ്റേ സെല്ലുലാർ ജയിലിലേക്ക് മാറ്റുന്നത്. ആൻഡമാൻ നിക്കോബാർ സെല്ലുലാർ ജയിലിലേക്ക് മാറ്റുന്നത്. സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് കാലാപാനി എന്നാണ് അറിയപ്പെടുന്നത്. മോഹൻലാൽ അഭിനയിച്ച സിനിമയ്ക്കകത്ത് കാലാപാനി എന്ന് പറയുന്ന സെല്ലുലാർ ജയിലിൻ്റെ വിഷ്വൽസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ജയിലിലായിരുന്നു അദ്ദേഹം, ഏകാന്ത തടവറയിലായിരുന്നു. കാരണം അവിടുത്തെ തടവറയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തടവുകാരെ പ്രത്യേകം തടവറകളിലായിരുന്നു. മോശപ്പെട്ട തടവറ റൂമുകളായിരുന്നു അവിടെ. അങ്ങനെയുള്ള തടവറയിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചത്. അവിടുത്തെ തടവറയിൽ അദ്ദേഹത്തിന് ക്രൂരമായിട്ടുള്ള, മറ്റുള്ള തടവറക്കാർക്ക് കിട്ടുന്നതിലും വളരെ ക്രൂരമായിട്ടുള്ള മോശമായ രീതിയിലുള്ള ഇടപെടലുകളാണ് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചക്കിൽ എണ്ണയാട്ടാനായിട്ട് വിടുമായിരുന്നു. എല്ലാ ദിവസവും തുടർച്ചയായി ഒരു വിശ്രമമില്ലാതെ ഇത് തന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു. അതുകൂടാതെ തേങ്ങ പൊതിക്കാനായിട്ട് പറയും. അതായത് തൻ്റെ നഗ്നമായ കൈകൾ കൊണ്ട്, ആയുധം കൊടുക്കാതെ നഗ്നമായ കൈകൾ കൊണ്ട് തേങ്ങ പൊതിച്ചിട്ട് അതുകൊണ്ട് അതിൽ കിട്ടുന്ന ചകിരി വെച്ചിട്ട് കയറ് പിരിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ കയ്യിൽ നിന്നൊക്കെ രക്തം വാർന്നൊഴുകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അതുകൂടാതെ 2 കാലുകളിലും ദേഹത്തും കൂടെ നൂരാനോ കുനിയാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള ചങ്ങല, അതായത് കമ്പി കൊണ്ടുള്ള ചങ്ങല അണിയിച്ച് ഏകദേശം 10-12 ദിവസത്തോളം അദ്ദേഹം നിർത്തിയിട്ടുണ്ട്, അനങ്ങാൻ പോലും പറ്റാതെ. അതുകൂടാതെ ഏകദേശം 7 ദിവസത്തോളം ഭിത്തിയിൽ അടിച്ചു വെച്ച കുളത്തിലേക്ക് കൈകൾ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് ഭക്ഷണമായി കൊടുത്തിരുന്നത് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരം. അത് ഒരു വളർന്നു വരെ മനുഷ്യന് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരം എത്ര ഫാസ്റ്റായിട്ടായിരിക്കും ദഹിക്കുന്നുണ്ടാവുക. അപ്പോൾ വിശപ്പെന്ന് പറയുന്ന സംഭവം, സഹിക്കാൻ പറ്റാത്ത വിശപ്പ് അനുഭവിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരുപാട് ക്രൂരതകൾ, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് 10-12 വർഷക്കാലത്തോളം ഈ കഠിനമായിട്ടുള്ള ക്രൂരതകൾ അനുഭവിച്ച് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ ജീവിച്ച വ്യക്തിയാണ് ഈ സർവർക്കർ. അതുകൂടാതെ അദ്ദേഹത്തെ പിന്നെ രത്നഗിരിയിൽ, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് രത്നഗിരിയിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ സ്പെഷ്യൽ തുറങ്കലിലേക്ക് മാറ്റി. അങ്ങനെ ഏകദേശം അദ്ദേഹത്തിൻ്റെ ഫുൾ ലൈഫ് സ്പാൻ, അതായത് ജീവിതകാലം മുഴുവൻ ജയിലിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വാദിച്ചു എന്നതിൻ്റെ പേരിൽ, ആഹ്വാനം ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടപ്പിക്കുകയും 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകതിന് ശേഷം 1949 അദ്ദേഹം പൂർണ്ണമായിട്ട് സ്വതന്ത്രനാകുന്നത്. അതുവരെ അദ്ദേഹത്തിന് ഇടയ്ക്കൊക്കെ സ്വതന്ത്രനായെങ്കിലും നിബന്ധനകളോട് കൂടിയുള്ള സ്വാതന്ത്ര്യമാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ യാതനകൾ അനുഭവിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അതായത് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ
നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അങ്ങനെ ഒരുപാട് നേതൃനിര ഉണ്ടെങ്കിലും സർവർക്കർ അനുഭവിച്ചിട്ടുള്ള അത്ര യാതന മറ്റുള്ളവർ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം അദ്ദേഹത്തെ ബൂട്ടുനക്കി എന്ന് പറഞ്ഞ് ഇപ്പോഴും കളിയാക്കുന്ന ആ ഇത് ഇത്രയും വർഷക്കാലം കളിയാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു താരോദയം ഉണ്ടായിരിക്കുന്നത്. ആ താരോദയത്തിൽ കൂടി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് തോന്നുന്നു. അത് പാസ്സാക്കുകയും വീര സർവർക്കറിനെ അപമാനിക്കുന്നതിന് എതിരായി ലീഗൽ നോട്ടീസ് പോകാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഇനി വീര സർവർക്കറിനെ അപമാനിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം എന്നേ പറയാനുള്ളൂ. വീര സർവർക്കറിനെ പോലുള്ള വ്യക്തികളെയൊക്കെ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുമോ? അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷമതകൾ അനുഭവിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. നമുക്ക് ചിലപ്പം ചരിത്രം നമുക്കറിയുന്നുണ്ടാവില്ല. അധികം ഒരുപാട് ആൾക്കാരുണ്ട്. ഗൂഗിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീര സർവർക്കറിൻ്റെ യാതനകൾ എന്തായിരുന്നു ജസ്റ്റ് ഗൂഗിൾ ജെമിനിയിൽ പോയി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാനേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തെ അപമാനിക്കാൻ ഇറങ്ങാനായിട്ട്. നന്ദി, നമസ്കാരം.